ആദ്യഘട്ടം മുതൽ വിജയന്റെ ഭാര്യ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ മാനസിക നില തെറ്റിയതിനെ തുടർന്ന് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. തുടർന്ന് കൌൺസിലിംഗ് നൽകി ആരോഗ്യം വീണ്ടെടുത്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇവരും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചത്. വിജയനെ കൊന്നു കുഴിച്ചുമൂടാൻ ഭാര്യയും കൂട്ടുനിന്നതിനാണ് കേസിൽ 3ാം പ്രതിയായി ചേർക്കപ്പെട്ടത്. 2023 വാക്കുതർക്കത്തിനൊടുവിൽ ഭർത്താവ് വിജയനെ ഇവരുടെ ഒപ്പം കഴിഞ്ഞിരുന്ന പുത്തൻപുരയ്ക്കൽ നിതീഷ് ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഇവർ താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വാടക വീടിന്റെ തറ പൊളിച്ച ശേഷം മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു. മാർച്ച് 2 കട്ടപ്പനയിൽ വർക്ക്ഷോപ്പിൽ നടന്ന മോഷണ കേസിന്റെ തുടരന്വേഷണത്തിലാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിലേക്ക് പോലീസ് എത്തിയത്. 2016 വിജയന്റെ മകൾക്കുണ്ടായ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണ് മറ്റൊരു കേസ്. ഈ കേസിൽ നിതീഷ് 1ാം പ്രതിയും കൊല്ലപ്പെട്ട വിജയൻ 2ാം പ്രതിയുമാണ്. വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ വിഷ്ണുവാണ് 2ാം പ്രതി. കുഞ്ഞിനെ കഴുത്തുഞെരിച്ചു കൊന്ന കേസിലും ഇയാൾക്ക് പങ്കുണ്ട്. കേസിന്റെ തുടരന്വേഷണത്തിന് ആവശ്യമെങ്കിൽ 3 പേരെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ എൻ സുരേഷ് കുമാർ പറഞ്ഞു. നിതീഷിനെതിരെ കൊലക്കുറ്റങ്ങൾക്ക് പുറമെ മറ്റു 3 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.